ഞാൻ അത്തരക്കാരനല്ല. നാരായണൻ തൻ്റെ മുന്നിൽ നീട്ടിയ കവർ എന്തു ചെയ്യണമെന്നറിയാതെ വല്ലാതായി. ഇതിനു മുൻപ് നീട്ടിയപ്പോൾ നിരസിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നിഷേധങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ ഇവിടേക്ക് ട്രാൻസ്ഫർ ആവുകയായിരുന്നു. ഇന്നിനി പ്രതിഷേധിക്കാനോ ബഹളം വയ്ക്കാനോ വയ്യ എന്ന് വിചാരിച്ചു. നാരായണൻ രജിസ്റ്റർ ഓഫീസിൽ ഗുമസ്തനായി ജോലി പ്രവേശിച്ചയാളാണ്. ഒരു ഗുമസ്തപ്പണിക്കായി തിരക്കാത്ത ഇടങ്ങളില്ല. അങ്ങനെ അവസാനമാണ് PSC കനിഞ്ഞതും രജിസ്റ്റർ ഓഫീസിൽ ജോലി ലഭിച്ചതും. രജിസ്റ്റർ ഓഫീസിലാണ് ജോലി എന്നതുകൊണ്ടാണ് ആളുകൾ തന്നെ വല്ലാത്ത നോട്ടം നോക്കുന്നത് എന്ന് നാരായണന് മനസ്സിലായി. രജിസ്റ്റർ ഓഫീസിൽ തന്നെ വാങ്ങിയെടുത്തല്ലോ, അല്ലെങ്കിലും ജോലി ചെയ്ത് കിട്ടുന്നതുകൊണ്ട് ഒന്നും തികയില്ല. ജോലി ലഭിച്ചതറിഞ്ഞ അഭിനന്ദനങ്ങളുടെ കൂട്ടത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾ പലതും നാരായണന് മനസ്സിലായില്ല. ശമ്പളത്തേക്കാൾ അധികം കിമ്പളം കിട്ടുമല്ലോ, ഇനിയിപ്പോൾ നാരായണന് സുഖമായി ജീവിക്കാം. കാര്യങ്ങൾ നേരാവണ്ണം മനസ്സിലാക്കുവാൻ നാരായണന് സമയമെടുത്തു. ഒത്തിരി അഭിപ്രായ പ്രകടനങ്ങൾ കേട്ടുമടുത്ത് നാരായണൻ പ്രഖ്യാപിച്ചു, ഞാൻ അത്തരക്കാരനല്ല. ജോലിക്ക് പ്രവേശിക്കുന്ന ദിവസം നാരായണൻ അമ്പലത്തിൽ പോയി കുളിച്ചു തൊഴുതു. ദേവീദേവന്മാരുടെ അളവറ്റ നന്ദി പറഞ്ഞു. പ്രതീക്ഷകൾക്കൊടുവിൽ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമായി തനിക്ക് ദേവീദേവന്മാരുടെ അനുഗ്രഹത്താലാണ് ജോലി ലഭിച്ചത് എന്ന് വിശ്വസിച്ചു. താൻ അത്തരക്കാരനല്ല എന്ന് നാരായണൻ വെറുതെ പറഞ്ഞതായിരുന്നില്ല. കിമ്പളം വാങ്ങാൻ ഇടവരുത്തരുതേ എന്ന് മനസ്സുരുകി ദേവീദേവന്മാരോട് പ്രാർത്ഥിച്ചു. കണ്ണടച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു നാരായണൻ. മണികിലിക്കുന്ന ശബ്ദം കേട്ട് നാരായണൻ വാച്ചിലേക്ക് നോക്കി. തനിക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു. പ്രസാദം വാങ്ങി മടങ്ങുമ്പോൾ കാതിൽ ശാന്തിക്കാരൻ പറഞ്ഞ വാക്കുകളായിരുന്നു. നന്നായി, ശമ്പളം മാത്രമല്ലല്ലോ, ആവശ്യത്തിന് കിമ്പളവും കിട്ടും. ദേവി അരുതാത്ത തോന്നിക്കല്ലേ, ശമ്പളം മാത്രം മതിയേ, ജോലിക്ക് വിഘ്നമൊന്നും ഉണ്ടാക്കരുത്. മറുപടി മനസ്സിൽ പലവട്ടം ആവർത്തിച്ചു. നാരായണ സ്കൂൾ വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് സംശയമായിരുന്നു. അതിനു മുൻപേ അച്ഛൻ മരിച്ചിരുന്നു. മരിക്കും മുൻപേ അച്ഛനൊരു ആഗ്രഹമുണ്ടായിരുന്നു, വീട്ടിൽ വൈദ്യുതി കൊണ്ടുവരിക. അതിന് അദ്ദേഹം വയറിംഗ് പോലും നടത്തിയതാണ്. അച്ഛൻ്റെ ആ സ്വപ്നം പോലും തനിക്ക് ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് നാരായണൻ ഓർത്തു. ഇലക്ട്രിസിറ്റി ഓഫീസിലെ കണക്കനുസരിച്ച് അടയ്ക്കാനുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് അയാൾ ആവശ്യപ്പെട്ടത്. വരട്ടെ, ഇപ്രാവശ്യം ആദ്യം വീട്ടിലേക്ക് ലൈൻ വലിക്കുകയാണ് വേണ്ടത് എന്ന് നാരായണൻ തീരുമാനിച്ചു. മണ്ണെണ്ണ വിളക്കിൻ്റെ പ്രകാശത്തിലിരുന്നായിരുന്നു നാരായണൻ്റെ പഠനം. നന്നായി പഠിച്ച് BA നല്ല മാർക്കോടെ പാസ്സാവുമ്പോഴും ഒരു ജോലി മനസ്സിനെ വല്ലാതെ മോഹിപ്പിച്ചിരുന്നു. കോളേജിൽ നാരായണന് സഹപാഠികളുടെ പിന്തുണയുണ്ടായിരുന്നു. നന്നായി സംസാരിക്കുന്ന നാരായണൻ ആശയക്കുഴപ്പോടെ കാര്യങ്ങൾ സംസാരിച്ചു. കൂട്ടുകാർക്കിടയിൽ ഹീറോയായി. ആയിടക്കാണ് നാരായണന് കോളേജിൽ അഴിമതിക്കെതിരെ പ്രസംഗിക്കാൻ അവസരം കിട്ടിയത്. വായിച്ചിട്ടുള്ള ന്യൂസ് പേപ്പറുകളും മാഗസിനുമൊക്കെ പരതി ആശയങ്ങൾ കൊഴുപ്പിക്കുകയായിരുന്നു. കൊഴുപ്പിച്ച ആശയങ്ങൾ വാക്കുകളായി ഗർജിക്കുമ്പോൾ മനസ്സാകെ ഇളകിമറിഞ്ഞു. ഹാളാകെ കയ്യടികൊണ്ട് പ്രകമ്പനം കൊണ്ടു. വേദിയിൽ വെച്ച് തന്നെ അധ്യാപകർ നാരായണനെ അനുമോദിച്ചു. പ്രസംഗത്തിൽ നാരായണൻ പറഞ്ഞത് അനുകരണങ്ങളായിരുന്നില്ല, അനുഭവങ്ങളായിരുന്നു. ഫീസ് കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന നാരായണന് വിവിധ ഓഫീസുകൾ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളായിരുന്നു. അങ്ങനെ എപ്പോഴോ നാരായണന് ശമ്പളം കൂടാതെ കിമ്പളം വാങ്ങുന്നവരോട് ദേഷ്യം തോന്നി. ദേഷ്യം ദേശസ്നേഹത്തിൻ്റെ സാമൂഹ്യ സ്നേഹത്തിൻ്റെ പ്രതീകമായി നാരായണൻ മനസ്സിലാക്കി. വിദ്യാർത്ഥി സമൂഹം അത് കൈയടിച്ച് ഏറ്റുവാങ്ങി. അമ്പലത്തിൽ നിന്ന് വരുന്നത് നോക്കി നാരായണൻ്റെ അമ്മ വാതിൽക്കൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. നാരായണൻ പ്രസാദം അമ്മയെ ഏൽപ്പിച്ചു. വിളമ്പി വെച്ച ഭക്ഷണം കഴിച്ചു. ഭക്ഷണത്തിന് കൂടുതൽ സ്വാദ് തോന്നി. പോകാൻ നേരം അമ്മയുടെ അനുഗ്രഹം വാങ്ങി. നാരായണൻ ഓഫീസിലെത്തുമ്പോൾ ഓഫീസ് തുറന്നിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്നിരുന്നവരോട് നാരായണൻ രജിസ്ട്രാറിനെ പറ്റി തിരക്കി. ഭൂമി വിൽക്കുവാനോ വാങ്ങുവാനോ സെൻറ്റിന് എത്ര രൂപ വേണമെന്നൊക്കെ അവർക്കറിയേണ്ടതുണ്ടായിരുന്നു. അവർ ഭൂമി ദല്ലാളന്മാരും ആധാരമെഴുത്തുകാരുമാണെന്ന് നാരായണൻ മനസ്സിലാക്കി. നാരായണൻ ജോലിക്ക് കയറാൻ വന്നാണെന്നറിഞ്ഞപ്പോൾ ചോദ്യങ്ങൾ ബഹുമാനത്തിന് വഴിമാറി. ഇരിക്കുകയായിരുന്നു. ഒരാൾ എഴുന്നേറ്റ് നിന്നു, കുശലം നടത്തി. നാടകീയ ബഹുമാനം നാരായണനിൽ മടുപ്പുളവാക്കി. നാരായണൻ വരാന്തയുടെ ഓരം ചേർന്ന് മാറിയുന്നു. മണി 10 അടിച്ചിരിക്കണം. 2-3 പേർ ഒരുമിച്ച് വരുന്നതും വാതി തുറക്കുന്നതും നോക്കി നാരായണൻ നിന്നു. എങ്ങനെ തുടങ്ങണമെന്ന് ചിന്തയിലായിരുന്നു നാരായണൻ. പുറകിലായി കയറിയ ആളോട് കാര്യം വിവരിച്ചു. സാറിനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അയാൾ വാതിൽ മലർക്കെ തുറന്ന് ആദ്യം കയറിയ ആളെ ചൂണ്ടിക്കാണിച്ചു. വാതി തുറന്ന് ആദ്യം പ്രവേശിച്ചയാൾ രജിസ്ട്രാറാണെന്നും പുറകിൽ വന്നയാൾ ഓഫീസ് പ്യൂണായിരുന്നു എന്നും പിന്നീട് നാരായണന് മനസ്സിലായി. അന്ന് ജോലിക്ക് ജോയിൻ ചെയ്ത് കുറേ നേരം അങ്ങും നോക്കി നിന്നു. കുറച്ചു നേരം കഴിഞ്ഞ് നാരായണൻ രജിസ്ട്രാറുടെ അരികിലായി വന്നു നിന്നു. നാരായണനോട് ഇരിക്കാൻ പറഞ്ഞു. നാരായണന് വലിയ ആശ്വാസമായി. അപ്പോഴേക്കും ചായ എത്തിയിരുന്നു. നാരായണന് ചായ കൊടുക്കുവാൻ ആരോ പറയുന്നുണ്ടായിരുന്നു. ചായ കൊണ്ടുവന്നയാൾ നാരായണനെ നോക്കി ചിരിച്ചു. ആ ചിരിക്ക് മറ്റെന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് നാരായണന് സംശയം തോന്നി. ഗ്ലാസ് തിരിച്ചു കൊടുക്കുമ്പോൾ നാരായണൻ പോക്കറ്റ് തപ്പി. അപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചായക്കാശ് കിട്ടിയതാണ് സാർ. നാരായണന് ആശ്വാസമായി. തിരിച്ചു പോകാനുള്ള വണ്ടിക്കാശ് മാത്രമേ കരുതിയിരുന്നുള്ളൂ. ആളുകൾ വരുന്നതും പോകുന്നതും രേഖകൾ പരിശോധിക്കുന്നു നോക്കി നാരായണൻ ഇരുന്നു.
ഇടയ്ക്കിടെ ദല്ലാളന്മാരോ ആധാരമെഴുത്തുകാരോ വന്ന് നാരായണനെ പരിചയപ്പെട്ടു. അവരുടെ മുഖത്തുള്ള ചിരിയിൽ മറ്റെന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് നാരായണന് സംശയം തോന്നി. മണി 1 അടിച്ചു. നാരായണൻ ബാഗ് കയ്യിലെടുത്തു. ഉച്ചക്കുള്ള ഭക്ഷണം കരുതിയിരുന്നു. എവിടെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുക? ഉച്ചക്കുള്ള ഭക്ഷണം ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് ഓഫീസ് പ്യൂൺ വിളിച്ചു പറഞ്ഞു. നാരായണൻ താൻ ഭക്ഷണം കൊണ്ടുവന്ന കാര്യം വിളിച്ചു പറഞ്ഞിട്ടും ഓഫീസ് പ്യൂൺ വിട്ടില്ല. അയാൾ നാരായണനെയും കൂട്ടി എല്ലാവരുടെ ഒപ്പം പുറപ്പെട്ടു. അകത്ത് കയറും മുൻപേ പുറത്തെഴുതി വെച്ചിരിക്കുന്ന ബോർഡ് നാരായണൻ വായിച്ചു. ബാർ. മേശപ്പുറത്ത് ഭക്ഷണം വന്നിറഞ്ഞു. ഗ്ലാസുകൾ ഓരോന്നായി നിരന്നു. ഗ്ലാസ്സിലേക്ക് പകരും മുൻപേ നാരായണൻ പറഞ്ഞു, ഞാനിത് ശീലിച്ചിട്ടില്ല. സോഡാക്കുപ്പികൾ പൊട്ടിക്കുന്നതിനിടയിൽ ഓഫീസ് പ്യൂൺ മറുപടി എന്നോണം പറഞ്ഞു, സാരമില്ല, തനിയെ ശീലമായിക്കോളൂ. അന്നത്തെ ദിവസം രജിസ്ട്രാറിൽ ഒപ്പിടുക മാത്രമേ നാരായണൻ ചെയ്തുള്ളൂ. എന്തെങ്കിലും ജോലി ചെയ്യാൻ ആരും നാരായണനോട് ആവശ്യപ്പെട്ടില്ല. നാരായണൻ പയ്യെ ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് ഫയൽ മേശപ്പുറത്തുനിന്ന് എടുത്ത് കൊടുക്കുവാൻ തുനിഞ്ഞു. ഓഫീസ് പ്യൂൺ ആധാരമെഴുത്തുകാരനെ വിളിച്ച് രൂക്ഷമായി നോക്കി. ഫയൽ വാങ്ങിക്കൊടുക്കാൻ നിർദ്ദേശിച്ചു. നാരായണൻ തിരികെ ബെഞ്ചിലിരിപ്പുറപ്പിച്ചു. സമയം 5 ആയിട്ടുണ്ടായിരുന്നില്ല. ഓഫീസ് പ്യൂൺ വന്ന് ഒരു കവർ നാരായണൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. നാരായണൻ കവർ വാങ്ങി. ജോലി സംബന്ധമായി എന്തെങ്കിലും ആയിരിക്കുമെന്ന് കരുതി തുറന്നു നോക്കി. അതിൽ 100-ൻ്റെയും 10-ൻ്റെയും നോട്ടുകളായിരുന്നു. കാര്യം മനസ്സിലാകാതെ നാരായണൻ ഓഫീസ് പ്യൂണിനെ നോക്കി. ഉച്ചയൂണ് കഴിഞ്ഞിട്ടുള്ളതാണ്. നാളെ മുതൽ ഭക്ഷണം കൊണ്ടുവരരുത്, അയാൾ പറഞ്ഞു. നാരായണൻ്റെ മനസ്സിൽ ദേവിയുടെ രൂപം ഉറഞ്ഞ് തുള്ളുന്നുണ്ടായിരുന്നു. ഒന്നലറി ഒച്ച വെക്കണമെന്നുണ്ടായിരുന്നു. നാരായണൻ പരമാവധി ശബ്ദം താഴ്ത്തി പറഞ്ഞു, എനിക്കിത് വേണ്ട. നാരായണൻ്റെ ശബ്ദം തീവ്രവും കനമുള്ളതുമായിരുന്നു. ഓഫീസ് പ്യൂൺ കവർ തിരിച്ചു വാങ്ങി പുച്ഛത്തോടെ നാരായണനെ നോക്കി. മുന്നറിയിപ്പ് എന്നോണം പറഞ്ഞു, ഒച്ച വെക്കണ്ട സാർ. ഓഫീസ് പ്യൂൺ പറഞ്ഞ മുന്നറിയിപ്പിൻ്റെ അർത്ഥം നാരായണന് മനസ്സിലാക്കാൻ ഒരാഴ്ചയെ വേണ്ടി വന്നുള്ളൂ. ഒരാഴ്ച നാരായണന് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ആരും നാരായണനോട് പ്രത്യേകിച്ച് സംസാരിച്ചതുമില്ല. നാരായണനെ വിളിച്ച് ട്രാൻസ്ഫർ കാര്യം പറയുമ്പോഴും നാരായണന് മറിച്ചൊന്നും തോന്നിയില്ല. സന്തോഷപൂർവ്വം ട്രാൻസ്ഫർ വാങ്ങി. പിറകിൽ നിന്നും ആധാരം എഴുതുന്ന ഓഫീസ് സ്വന്തം വീട് പോലെ കരുതി ഓടി നടക്കുന്ന ഒരാൾ വന്ന് കാര്യങ്ങൾ വിസ്തരിച്ചു. സർ, അവരോട് സഹകരിക്കാത്തത് കൊണ്ടല്ലേ സാറിന് ട്രാൻസ്ഫർ വന്നത്? ഇതൊക്കെ ഇക്കാലത്ത് ആരെങ്കിലും വേണ്ട എന്ന് പറയുമോ? അയാൾ നിർത്തി. എന്നിട്ട് മുന്നറിയിപ്പ് എന്നോണം പറഞ്ഞു, പുതിയ സ്ഥലത്തെന്നാലും ഇതുതന്നെയാ ഗതി. നാരായണനൊന്നും പറഞ്ഞില്ല. പുതിയ അറിവും ആർജവത്വവും നേടുക ആയിരുന്നു അയാൾ. നാരായണൻ പുതിയ ജോലിസ്ഥലത്തേക്ക് പുറപ്പെട്ടു. അമ്മയെയും കൂട്ടത്തിൽ കൂട്ടുവാൻ കഴിയാത്തതിൽ നാരായണന് വലിയ നിരാശ തോന്നി. പുതിയ ജോലിസ്ഥലത്തിനടുത്ത് തന്നെയാണ് അവിടുത്തെ രജിസ്ട്രാർ താമസിച്ചിരുന്നത്. നാരായണൻ രജിസ്ട്രാറെ ചെന്ന് കണ്ടു. രജിസ്ട്രാറോട് കഥകൾ വിവരിച്ചു. രജിസ്ട്രാർ എല്ലാം മൂളിക്കേട്ടതേയുള്ളൂ. അമ്മയെയും കൂടെ കൂട്ടി താമസിക്കാൻ ഒരിടം ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞു. നാരായണൻ പുറപ്പെടും മുൻപായി രജിസ്ട്രാർ പറഞ്ഞു, ഒരിടത്തും അധികനാൾ കഴിയണമെന്നില്ല എങ്കിൽ ഒന്ന് നിർത്തിയിട്ട് തുടർന്നു. സഹകരിക്കുന്നതാണ് നല്ലത്. എന്നും വാടകയ്ക്ക് താമസിക്കാനാണോ തീരുമാനം? നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടവരാണ്. നല്ല വരുമാനമുള്ള ഓഫീസാണ്. എങ്ങും തൊടാനുള്ള സംഭാഷണം. നാരായണൻ മറുത്തൊന്നും പറഞ്ഞില്ല. നാരായണൻ വരികൾക്കിടയിൽ കൂട്ടി വായിക്കാൻ ശ്രമിച്ചു. എന്തിനു വെറുതെ വിരോധം സമ്പാദിക്കണം? നാരായണൻ മനസ്സു മാറ്റാൻ തന്നെ തീരുമാനിച്ചു. തനിക്ക് നേരെ നീട്ടുന്ന കവറും നോട്ടുകളും നിരസിക്കില്ലെന്ന് നാരായണൻ തീരുമാനിച്ചു. നാരായണൻ്റെ മനസ്സിൽ മോഹങ്ങളുടെ നിര നീളുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം ദേവി അയാളുടെ മുൻപിൽ ഉറഞ്ഞു തുള്ളിയില്ല. വിദ്യാർത്ഥികളുടെ ഈടിയും പ്രസംഗങ്ങളും പുതിയ ചിന്താരീതിക്ക് തടസ്സമായില്ല.